കൗതുകത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വേദ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കമലമ്മ അങ്ങോട്ട് വരികയാണ്. എന്താ മോളെ, എന്താ മോള് മാഷിനെ കുറിച്ച് ആലോചിച്ചോണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദയൊന്നും മിണ്ടുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മോളെ, എന്നോട് പറയാതെ മാഷ് എങ്ങോട്ടും പോകത്തില്ല. ഇന്നലെ വരെ എനിക്ക് മാഷിനെക്കുറിച്ച് മോളെപ്പോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം ആ ആദ്യം ഇല്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ന് മകരവിളക്ക്. ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്രയോ പേര് കാത്തു നിൽക്കുന്നു. ഞാനും എത്ര നേരം ഭഗവാന്റെ മുന്നിൽ കാത്ത് ഇരുന്നെന്ന് എനിക്കൊരു ഓർമ്മയുമില്ല. അന്നേരം ആരോ വന്ന് ചെവിയിൽ പറയുന്ന പോലെ തോന്നി, നീ വിഷമിക്കണ്ട, നിൻ്റെ മാഷ് തിരിച്ചു വരും എന്ന് ആരോ വന്ന് പറയുന്ന പോലെ തോന്നി. അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനം. എന്തായാലും മോളെ, മാഷ് തിരിച്ചു വരും. മകരവിളക്ക് കഴിഞ്ഞ് അമ്പലം അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മാഷ് തിരിച്ചു വരും. കേൾക്കുമ്പോഴത്തേക്ക് വേദ പറയാണ്, അമ്മയുടെ വിശ്വാസം പോലെ തന്നെ നടക്കും, അമ്മ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും, അമ്മ വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് വേദയാണെങ്കിൽ ആശ്വസിപ്പിക്കുകയാണ്. അത്രയായപ്പം രണ്ടുപേരും ഇങ്ങനെ ഓരോ ആലോചനയാണ്. വേദ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. നിങ്ങളാണ് മനസ്സിലൊന്ന് വെച്ച് പുറത്തൊന്ന് പെരുമാറുന്നത്. നിങ്ങളടുത്ത് എത്ര നാളോട് പറയുന്ന ആ ശ്രീകാര്യ ശ്രീനിവാസനെ കൊണ്ടാപ്പണി നിർത്താൻ, പക്ഷെ നിങ്ങൾ നിർത്തുന്നുണ്ടോ? ആണെങ്കിൽ വീട്ടിലോട്ട് പോകുമ്പോൾ എന്നെ കൂട്ടാറുണ്ട്, അമ്മയെപ്പോലും കാണുമ്പോൾ എന്നെ കാണാൻ പോകുമ്പോൾ എന്നെ കൂട്ടാറുണ്ട്. ഇപ്പം നീ വീട്ടിലേക്ക് ചെല്ലുന്നത് നിൻ്റെ ചേട്ടനാണെങ്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്തെന്ന് അറിഞ്ഞല്ലോ എന്ന് വിക്രം പറയുന്നത് വേദ ഓർക്കുവാണ്. ഞാൻ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് വരുന്നതെന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ് എന്ന് വേദ പറയുന്നതും വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ്. ആലോചിക്കുകയാണ്. വിക്രം ചോദിച്ചത്, നീ ശ്രീനി സാറാണെന്ന് എന്നോട് ചോദിച്ചില്ല, അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, നിൻ്റെ ചേട്ടനാണോ അച്ഛനെ തട്ടിക്കൊണ്ട് പോയതിൽ പങ്കുണ്ടോ എന്ന് ചോദിക്കണം. അത്രയും ധൈര്യമൊന്നും അവന് കാണത്തില്ല. അങ്ങനെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞാൽ ഈ ഭൂമിയിൽ അവൻ പിന്നെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്ന കാര്യം ഏതെങ്കിലും വിഷമത്തോടെ ആലോചിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് രണ്ടുപേരും വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ നേരം വെളുത്തപ്പോഴത്തേക്ക് ശ്രീജയാണെങ്കിൽ രാവിലെ മുറ്റം അടിക്കാൻ വരുമ്പോൾ എന്തോ അവിടെ കിടക്കുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ ഒരാളവിടെ കിടക്കുന്നു. ശ്രീജയാണെങ്കിൽ ഓടി വന്ന് നോക്കുമ്പോൾ അച്ഛൻ. അങ്ങനെ ശ്രീജയാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്, വിശ്വനെയും അമ്മയും അതേപോലെ തന്നെ വിക്രത്തെ എല്ലാവരെയും വിളിച്ചെടുത്തുണ്ട്. വന്ന് നോക്കുമ്പോൾ മാഷിനെ കാണുമ്പോഴത്തേക്ക് കമലമ്മ കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ മാഷിനെ എല്ലാവരെയും കൂടെ പൊക്കിയെടുത്ത് അവിടെ ഉമ്മറത്ത് കൊണ്ടുവന്ന് കടത്തിയിട്ട് വിക്രമാണെങ്കിൽ കയ്യിലൊക്കെ തടവി കൊടുക്കുന്നു. വേദയാണെങ്കിൽ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞു ഓടിപ്പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കാലയിലും ഒക്കെ തടവി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നന്ദിനി ഇത് കണ്ട് ഓടിച്ചെന്ന് അകത്ത് നിന്ന് വിനായകൻ തുറയാണ്, വിനായകേട്ടാ അച്ഛൻ വന്നു, എവിടെ? അത് ആ മുറ്റത്ത് കിടക്കുന്നത് എന്ന് പറയണം. അപ്പോഴത്തേക്ക് വിനായകനും ഷേവ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഓടിപ്പിടിച്ച് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ വിശ്വം പറയാണ്, ഞാൻ പോയി വണ്ടി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വിശ്വം ഓടി പുറത്തേക്ക് പോവുകയാണ്. കമലമ്മ കരച്ചിലോട് എനിക്ക് തിരിച്ച് തരാമെന്ന് പറഞ്ഞത് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയാണ്. അപ്പോഴത്തേക്ക് വണ്ടി വന്ന് ആംബുലൻസ് കൊണ്ടുവന്ന് ആംബുലൻസിനകത്ത് കയറ്റി കൊണ്ടുപോവാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പം വിഷുവും അമ്മയും കൂടെ ആംബുലൻസിൽ കയറി വേദയും വിക്രവും കൂടെ ബൈക്കിൽ പോവുകയാണ്. അപ്പം അകത്ത് ഡ്രസ്സ് മാറാൻ പോയ വിനായകൻ വന്നിട്ട് ചോദിക്കണം, അയ്യോ പോയോ, നിങ്ങളെന്തുവാ എവിടെ പോയിരുന്നത്? അല്ല, ഞാൻ ഡ്രസ്സ് മാറാൻ പോവുകയാണ്. അപ്പം നന്ദി ചോദിക്കണം, എന്താ കല്യാണത്തിന് വല്ലതും പോവുകയാണോ ചോദിക്കണം. എന്നാലും വിനായകേട്ടാ, ആരാ അച്ഛനെ ഇവിടെ കൊണ്ട് കടത്തിയത്, എനിക്കിങ്ങനെ അറിയാം എന്ന് പറഞ്ഞ് ചൂടായിട്ട് വിനായകൻ അങ്ങ് പോവുകയാണ്. എന്ത് പറയണേ, ഇയാൾ എന്തിനാണ് ചൂടാവുന്നത്, ഇനി ഇയാളെങ്ങാനും ആണോ തട്ടിക്കൊണ്ട് പോയത്? അത്രയുള്ള ധൈര്യമൊന്നും ഇല്ലയെന്നും പറഞ്ഞ് നന്ദിനി ആശ്വസിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹോസ്പിറ്റലാണെങ്കിൽ മാഷിനെ ഹോസ്പിറ്റൽ ട്രിപ്പൊക്കെ ഇട്ടുകൊണ്ട് പോലീസ് ഡോക്ടറാണെങ്കിൽ പരിശോധിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം മെഡിസിനൊക്കെ കുറേ എഴുതുന്നുണ്ട്. ട്രിപ്പ് വഴി മെഡിസിൻ കൊടുത്താൽ മതി എന്ന് ഡോക്ടർ സിസ്റ്ററിനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് പറ്റിയാന്ന് ചോദിക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് പുറത്തേക്ക് വന്നേ എന്ന് പറയണം. ഞങ്ങൾക്ക് എന്തായാലും ഇത് പോലീസിൽ അറിയിക്കണം, ആണ് മിസ്സിങ് ആയെന്ന് പറഞ്ഞ്. അപ്പം 4 ദിവസമായെന്ന് വിക്രം പറയണം. ഈ 4 ദിവസവും ഉണരാൻ അവസരം കൊടുത്തിട്ടില്ല. ചെറിയ രീതിയിൽ മയങ്ങാനുള്ള മെഡിസിൻ കൊടുത്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തീരെ ഡൗൺ ആവേണ്ടതാണ്. പക്ഷേ കൂടെ ട്രിപ്പും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊണ്ടുപോയവർക്ക് എന്തായാലും കൊല്ലാൻ ഉദ്ദേശമില്ലായിരുന്നു. എന്തായാലും പോലീസ് അറിയിച്ചേ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറയണം. അപ്പം വിക്രം പറയണം, അതറിയിക്കണം, ആരാ കൊണ്ടുപോയെന്ന് അറിയണമല്ലോ എന്ന് വിക്രവും വിശ്വവും പറയുന്നുണ്ട്. വേദയെടുത്ത് ചോദിക്കണം, ഇല്ലേ വേദ, അറിയിക്കണ്ടായോ എന്ന് ചോദിക്കുകയാണ് വിശ്വം. അറിയിക്കണം എന്ന് വേദ പറയുന്നുണ്ട്. ഉച്ച കഴിയുമ്പോഴത്തേക്ക് പോലീസ് വരുമെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഒരു വട്ടം റിങ് ചെയ്യുമ്പോൾ വേദ കെട്ടുകയാണ്, പിന്നെയും റിങ് ചെയ്യുന്നുണ്ട്, അപ്പോഴും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, എന്താ ഫോൺ എടുത്താൽ? അല്ല, അത് ഓഫീസിൽ നിന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നത് വേദ എടുക്കാതിരിക്കുന്നതൊക്കെ വിക്രം ശ്രദ്ധിക്കുന്നുണ്ട്. നീ ശ്രീകാന്ത് വിളിക്കുകയാണ്. ശ്രീകാന്ത് ഇപ്പോൾ വേദ എടുക്കുന്നുണ്ട്. നിൻ്റെ ഗുണ്ടയായ ഭർത്താവിൻ്റെ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ നിനക്കൊരു സമാധാനം ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, നിങ്ങൾ എന്താ അച്ഛനെ ചെയ്ത്? അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഉച്ച കഴിയുമ്പോഴത്തേക്ക് പോലീസ് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനി നിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കുന്നത്. പിന്നെ നീ ബുദ്ധിയുള്ള പെണ്ണായതുകൊണ്ട് അങ്ങനെ ഒരു അവസരം വരുത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ശ്രീകാന്ത് പറയുകയാണ്. പിന്നെ അന്ന് കുത്തിവെച്ച മെഡിസിൻസ് എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ നിനക്ക് അയച്ചു തരാം, അതും നിൻ്റെ ഫോണിൽ നിന്ന് തന്നെ, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ.
പോലീസ് ഇതിൻ്റെ പുറകെ അന്വേഷിച്ച് പോയാലും അയാൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ഓർമ്മയില്ല. പിന്നെ എന്തെങ്കിലും അന്വേഷിച്ച് എത്തിയാലും ഇതെല്ലാം പോയേക്കുന്നത് നിൻ്റെ ഫോണിൽ നിന്നാണ് എന്ന് പറയാണ്. എന്താ വിചാരിച്ചത്? ഞാനിത് അറിഞ്ഞുകൊണ്ട് തുടങ്ങിയ കളിയാണ്. അന്നേ നീ അച്ഛനെയും ചേട്ടനെയും അവമാനിച്ച അന്ന് തന്നെ എന്നെ വെല്ലുവിളിച്ച സമയത്ത്, നീ അവരെ വിട്ട് വരത്തില്ല എന്ന് വെല്ലുവിളിച്ച സമയത്ത് ഞാൻ വിചാരിച്ചതാ ഇങ്ങനൊരു കളി എന്ന് ശ്രീകാന്ത് പറയാണ്. എന്തിനാ ഇപ്പം വിളിച്ച്? അതെ, നീ പറഞ്ഞത് ഞങ്ങൾ ചെയ്ത്, അപ്പം ഞങ്ങൾ പറഞ്ഞത് നീ ചെയ്യണം, അത് ഓർമ്മിപ്പിക്കാനാണ് വിളിച്ചത്. എന്തായാലും ഇപ്പം വരാൻ പറ്റത്തില്ല, 2-3 ദിവസം വേണം. മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാനങ്ങ് വരും എന്ന് പറയാണ് വേദ. ഇനി എന്നാ മകരവിളക്കം കഴിഞ്ഞ് ഇനി എന്നാവും പോകുന്നത്? വർഷമോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. ഉടനെ തന്നെ പോവും, ഇത് അമ്മയുടെ നേർച്ചയാ എന്ന് വേദയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാം. പറഞ്ഞ ഫോണങ്ങ് വെക്കുന്നുണ്ട്. വേദ ഇങ്ങനെ ചുറ്റിനും നോക്കുന്നുണ്ട് ആരെങ്കിലും കേട്ടോ എന്ന്. പിന്നാണെങ്കിൽ ശ്രീകാന്താണെങ്കിൽ നേരെ പോകുന്നത് അച്ഛനെ കണ്ട് സംസാരിക്കാനാണ്. വേദയെ ചൊടിപ്പിക്കണ്ടായിരുന്നു അയാൾ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നമ്മളൊന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ അവൾ ചിലപ്പം നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയാണ്, അവളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വിക്രത്തിനോട് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കത്തില്ലേ, അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ കാര്യമൊന്നും പറയത്തില്ല എന്ന് ശ്രീകാന്താണെങ്കിൽ അയാളോട് പറയുകയാണ്. പിന്നെ വീട്ടിൽ വന്ന ഉടനെ അവനുമായിട്ടുള്ള പിരിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ദർശനമായിട്ടുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. ഇനി ദർശനം കാണി വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുമോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. ഓ, അതൊന്നുമില്ല, ഒരു വട്ടം അവളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതല്ലേ, പിന്നെ ഈ ഒരു വർഷം അവർ ഒരുമിച്ച് ജീവിച്ചെങ്കിലും അവർ തമ്മിൽ വേറുള്ള ബന്ധമൊന്നും ഇല്ലെന്ന് ദർശനം നന്നായിട്ട് അറിയാം എന്ന് ദർശൻ്റെ അച്ഛൻ പറയുകയാണ്. അതേ ഓർത്ത് നീ പേടിക്കണ്ട, ആ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം. പിന്നെ ഈ മണ്ഡലത്തിൽ തന്നെ നമുക്ക് ബന്ധപ്പെട്ട 2 സ്ഥാനാർത്ഥികളുണ്ട്, വാസവനും ശ്രീനിയും. ആ സമയത്ത് മണ്ണില തീപ്പൊരി ഇട്ട് കൊടുത്ത് അങ്ങ് ആളിക്കത്തിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ വേണമെങ്കിൽ നടത്തിയെടുക്കാം എന്ന് പറയാണ്. അല്ലെങ്കിൽ നമുക്ക് ദീപ്തിയും രക്ഷിച്ചെടുക്കാം എന്ന് ശ്രീകാന്തിനോട് പറയുകയാണ്. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ വർത്തമാനമൊക്കെ നടത്തുകയാണ്. ഈ സമയത്താണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോലീസ് വരികയാണ്. പോലീസ് വന്ന ഉടനെ മാഷിനെ കണ്ട് ചോദ്യം ചോദിക്കാൻ ഒരുങ്ങുമ്പം വിക്രം പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ ഒന്നും ഓർമ്മയില്ല. അതെന്താ ഓർമ്മയില്ലാത്തത്? അപ്പം വേദ പറയാണ്, അച്ഛനൊന്നും പറയാൻ പറ്റത്തില്ല, അതെന്താ നാക്കിറങ്ങിപ്പോയോ എന്ന് പോലീസ് ചോദിക്കുകയാണ്. അപ്പം നേരെ വന്ന് കമലമ്മയെ അവിടെ നിന്ന് എണീപ്പിച്ചിട്ട് അവിടെ ഇരുന്നിട്ട്, മാഷെ ശുചീന്ദ്രത്ത് വെച്ചാണ് മിസ്സായത്, ഇന്ന് രാവിലെ വീട്ടിൽ വന്ന് കിടക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത്, ആരാ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോലീസ്. അതെനിക്ക് ഓർമ്മയില്ല. അപ്പം വേദ പറയാണ്, മാഷിന് എന്തെങ്കിലും അറിയണമെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിര് സാറേ എന്ന് വേദയാണെങ്കിൽ പോലീസിനോട് പറയാണ്. ഇതേ ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ചെന്നിട്ട് എന്ത് പറ്റി ഇയാൾക്കെന്ന് ചോദിക്കുന്നുണ്ട്. അത് 4 ദിവസം മിസ്സിങ് ആയ സമയത്ത് മയക്കിയിട്ടിരുന്നായിരുന്നു, പിന്നെ ആവശ്യത്തിനുള്ള ഡോസിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സഹിക്കുകയാണ്. ഇപ്പം എന്താ ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുമായിരിക്കും എന്ന് ഡോക്ടറും പറയുന്നുണ്ട്. അപ്പം വിക്രം പറയണം, സ്റ്റേബിൾ ആകുമ്പോഴത്തേക്കും ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നോളാം എന്ന് പറയാണ്. അപ്പം ഡോക്ടർ പറയണം, അതാ നല്ലത്. അപ്പോൾ SI അങ്ങ് പോവുകയാണ്. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരണം, 2 ദിവസം കഴിയുമ്പോൾ വരണമെന്നും മാഷിനോടും വിക്രത്തിനോടും പറഞ്ഞിട്ട് SI അവിടെ നിന്ന് മൊഴി എടുക്കാൻ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് മാഷി വീട്ടിലേക്ക് വരുന്നുണ്ട്. മാഷി വീട്ടിലേക്ക് വരുമ്പം കമലമ്മ പറയുന്നുണ്ട്, വിളക്ക് കത്തിച്ച് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കയറാം. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേദയാണെങ്കിൽ വിക്രത്തിനെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. വിക്രത്തിന് എന്താ കാര്യം എന്നറിയാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയെ പിടിച്ച് നിർത്തി ചോദിക്കുന്നുണ്ട്. പക്ഷേ വേദ പറയുന്നത്, എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, എങ്ങനെ പറഞ്ഞ് വേദയെ ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ വിക്രത്തിന് കാര്യം എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പതിയെ പഴയ പോലെ ആവുകയാണ്. അപ്പം വിക്രത്തിൻ്റെ അടുത്ത് മാഷ് പറയുകയാണ്, നീ അയ്യപ്പനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് പല തീരുമാനങ്ങൾ എടുക്കണം, പുതിയ തീരുമാനം എടുക്കണം എന്നും പറഞ്ഞ് മാഷ് ആണെങ്കിൽ വിക്രത്തെ തലോടിയൊക്കെ ചെയ്യുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. പിന്നെ വിക്രം നേരെ ശ്രീനി സാറിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീനി സാറിന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് മാഷ് തിരിച്ചു വന്നതിൽ. ഈ സമയത്താണെങ്കിൽ ശ്രീകാന്താണെങ്കിൽ നമ്മുടെ വേദയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ നല്ലവനായ ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ നീയും കൂടെ അറിഞ്ഞിരിക്കുന്നു പറഞ്ഞ് എന്തൊക്കെയോ ഫോട്ടേജും വീഡിയോ ഒക്കെ വേദയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേദ ഇതൊക്കെ കണ്ട് ഞാൻ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.